നമ്മളിപ്പോൾ ഉള്ളത് ജെമോപ്പായുടെ റൈഡർ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ ജെമോപ്പായ് ഏതാ കമ്പനി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ കമ്പനിയാണ്. ഗ്രേറ്റർ നോയിഡയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ദാറ്റ് ഈസ് ഇൻ UP. ഈ മോഡലിൻ്റെ പേര് റൈഡർ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട, അങ്ങനത്തെ ഒരു സംഭവം വേണ്ട. അത് നമുക്ക് മൈനേഴ്സിന്, ദാറ്റ് ഈസ് ബിലോ 18 ഇയേഴ്സ് ആയ വണ്ടി ഓടിക്കാൻ കേൾപ്പുള്ളവർക്കൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇപ്പോൾ സൈക്കിളിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഇത്. ഈ വണ്ടിയുടെ കമ്പാരിസൺ പറയുമ്പോൾ ഇത് നമ്മൾ ടിപ്പിക്കലി കണ്ടുവരുന്ന ഇപ്പോൾ ഏതറായാലും ഓലയായാലും ആ ഒരു ടൈപ്പ് സ്കൂട്ടേഴ്സിന് പെർഫോമൻസ് ആയിട്ട് റേഞ്ച് ആയിട്ട് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് ഇൻ ഐസൊലേഷനാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ നമ്മൾ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് വണ്ടികൾ നമ്മൾ സാധാരണ കാണുമ്പോൾ ഒരു ടോയുടെ ലുക്കാണ് വരുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് നമുക്ക് ടിപ്പിക്കലായിട്ടുള്ള നമ്മൾ കണ്ടുവരുന്ന ഒരു സ്കൂട്ടേഴ്സിൻ്റെ ഒരു ഭംഗി ഇതിനുണ്ട്. അതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം. പിന്നെ ഇതിൻ്റെ ഈ മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. പിന്നെ സസ്പെൻഷൻ നമുക്ക് കാണാം. വേറെ ഇപ്പോൾ ഒരു ആൽക്കോൻ്റെ ടയേഴ്സാണ് വരുന്നത്. ബാക്ക് ഡിസൈൻ പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കലായിട്ട് കണ്ടുവരുന്ന സ്കൂട്ടറാണ്. പിന്നെ ഈ വണ്ടി അത്യാവശ്യം വലുപ്പമുണ്ട്. നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഓടിക്കുന്ന ഒരു ടൈപ്പ് സ്കൂട്ടേഴ്സ് അല്ല, വലിയവർക്കും കംഫർട്ടബിളി യൂസ് ചെയ്യാൻ പറ്റും. കൺസോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബട്ടൺ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഈ പ്ലഗ് ഓൺ ആക്കുക, വണ്ടി ഓടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മീറ്റേഴ്സ് നമുക്ക് നോക്കുമ്പോൾ ഇതിൽ കിലോമീറ്റർ എത്ര ഓടിയെന്ന് കാണാം, സ്പീഡ് കാണാം. പിന്നെ ഗിയർന്ന് കാണിക്കുന്നത് ഈ ഒരു സൈഡിൽ കണ്ടോ, ഇവിടെ 3 ഗിയറുണ്ട് ഇതിന്. ഇത് 1, 2 and 3. ഈ തേർഡ് ഗിയറിലാണ് ഏറ്റവും നല്ല സ്പീഡ് വരുന്നത്. 1 ഉം 2 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലറാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡൊക്കെ. 1 ഉം 2 ഉം 3 ഉം 20, 22, 24 വരെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ അത് സ്പീഡിലേക്ക് എത്തുന്നതിന് റേറ്റിൽ വ്യത്യാസമുണ്ട്. നമ്മൾ 2 പേര് വെച്ച് അത്യാവശ്യം കയറ്റൊക്കെ കയറണമെങ്കിൽ 3 തന്നെ ഉപയോഗിക്കണം. 1 ലും 2 ലും കയറാൻ ഭയങ്കര പണിയായിരിക്കും. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ടബിളി സിറ്റി റൈഡിങ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ ഇതിന് 2 സൈഡ് ഓൺ വരുന്നുണ്ട്. ഇവിടെ ഓൺ വരുന്നുണ്ട്, ഇവിടെ ഓൺ വരുന്നുണ്ട്. അതെനിക്കൊരു കൗതുകമായിട്ട് തോന്നി. പിന്നെ റേഞ്ച് ഇതിന് കമ്പനി ക്ലെയിം ചെയ്ത ഏകദേശം 90 കിലോമീറ്റേഴ്സാണ്. ഏകദേശം അത്ര കിട്ടുന്നുണ്ടാവും. പിന്നെ ഈ ഒരു റേഞ്ചിൻ്റെ മീറ്റർ ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ ഫുള്ളെന്നുള്ളത് ഒരു കട്ട കുറഞ്ഞു, ഇനി 3 കട്ട ബാക്കിയുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ റെഡി എന്ന് പറഞ്ഞത് കാണുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇത് ഓണാക്കി വണ്ടി ഓടിക്കേണ്ട കാര്യമുള്ളൂ. വേറെ ബട്ടൺസിനേക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഇത് ബ്രൈറ്റ് ഡിമ്മ്, ഹെഡ്ലൈറ്റ് ഓണാക്കുന്ന സ്വിച്ച് ഇവിടെയാണ്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ലിവേഴ്സും അത്യാവശ്യം നല്ലൊരു ഈ സിൽവർ ക്രോം ടച്ചൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഭംഗിയാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഡ്രം ബ്രേക്കും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിംഗ് നല്ലൊരു ബ്രേക്കിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 25 km/h ആണ്. സോ അതിൻ്റെ ആ സ്പീഡൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ബ്രേക്കിംഗ് ഉണ്ട്. പിന്നെ 25 to 0 വലിയ സമയമൊന്നും വേണ്ടല്ലോ. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് രാത്രി നല്ല ഇലുമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി മൊത്തത്തിൽ കാണാൻ വണ്ടി അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയൊരു വണ്ടിയാണ്. ഉറപ്പായിട്ട് ഈ റൈഡർ എന്ന് പറയുന്ന സ്കൂട്ടർ ഓടിക്കുന്നത് ഒരു നല്ലൊരു ഫണ്ണായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം ദിസ് ഇസ് എ വെരി സ്ലോ സ്കൂട്ടർ ടു ബി ഓണസ്റ്റ്. കാരണം ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 25 km/h ആണ്. പിന്നെ ഇതിന് ലൈസൻസും ഈ രജിസ്ട്രേഷനും വേണ്ടാത്തതുകൊണ്ട് അതിന് നിയമമാണ് 25 km വരെ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന ആ ഒരു ലാഘവത്തോടെ ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന് 3 ഗിയേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഓടിക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. 3 ഗിയർ എന്ന് പറഞ്ഞാൽ 3 മോഡാണ്. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ എക്സ്പെൻസീവ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ എക്കോ, സിറ്റി, സ്പോർട്ട് അല്ലെങ്കിൽ വാർപ്പ് എന്നൊക്കെ പറഞ്ഞ 4 മോഡ്സ് ഉണ്ടല്ലോ. പക്ഷേ ഇതിൽ 1, 2, 3 എന്നാണ്. വെരി സിമ്പിൾ ആസ് ദാറ്റ്. ഇതിലിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ അത്യാവശ്യം 10-12 വരെയൊക്കെ അധികം പോകുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇട്ടു. ഇത് ഞാൻ ഗിയർ എന്ന് പറയാൻ കാരണം എനിക്ക് 1, 2, 3 എന്ന് കാണുമ്പോൾ ഗിയർ എന്ന് പറയാൻ തോന്നുന്നത്. മോഡെന്ന് പറയുന്ന പോലെ എനിക്ക് ഒരു മോഡിൻ്റെ ഒരു ഫീൽ വരുന്നില്ല. സെക്കൻഡ് ഗിയറിൽ ഇടുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്ററാണ്. ഒരു 20-23 വരെയൊക്കെ പോകുന്നുണ്ട് 2 പേരെ വെച്ചിട്ട്. ഇനിയിപ്പോൾ തേർഡ് ഗിയറും ഉണ്ട്. തേർഡ് ഗിയർ തന്നെ ശരിക്കും വേണം. 2 പേരെ വെച്ച് പോകാനാണെങ്കിൽ തേർഡ് ഗിയർ തന്നെ എപ്പോഴും വേണം. പിന്നെ ഈ തേർഡ് ഗിയറിൽ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റാണ് വണ്ടി. അത്യാവശ്യം ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു ക്ലാസ്സിലുള്ള വണ്ടികൾ വെച്ചിട്ടാണ് പറയുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ഇൻ ദ സെൻസ് നമുക്ക് 20-25 ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി ക്ലെയിം ചെയ്തത് ഏകദേശം 90 km ആണ്. ആൻഡ് റിയൽ വേൾഡിൽ നമുക്ക് അത്ര തന്നെ കിട്ടാവുന്നതാണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ വേൾഡിൽ ഈ പറഞ്ഞ ക്ലെയിംഡ് റേഞ്ച് നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ വണ്ടി അത്യാവശ്യം റൈഡ് ക്വാളിറ്റിയുടെ കാര്യമായാലും ഇതിൻ്റെ ഒരു റൈഡിങ് എക്കണോമിക്സിൻ്റെ കാര്യമായാലും കംഫർട്ടബിളാണ്. ഇപ്പോൾ ഒരു വലിയൊരാൾക്ക് ഇപ്പോൾ ഒരു 6 ഫൂട്ടർ ആണെങ്കിലും കംഫർട്ടബിളി വണ്ടിയിൽ ഇരുന്ന് പോകാൻ പറ്റും. പിന്നെ ഇതൊരു മെയിൻലി എക്സ്ട്രീംലി സിറ്റി ഫോക്കസ്ഡ് ആയിട്ടൊരു സ്കൂട്ടറാണ്. അതുകൊണ്ട് നമുക്ക് സിറ്റീസിൽ മാത്രമുള്ളൊരു പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ കയറ്റം കയറുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. ഞാൻ 2 പേര് വെച്ചിട്ടാണ് ഈ കയറ്റമൊക്കെ കയറുന്നത്. അതുകൊണ്ട് തന്നെ കയറ്റം കയറുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഹയസ്റ്റ് പവറുള്ള മോഡിലിട്ടിട്ട് പോലും ഈ സ്കൂട്ടർ വാസ് ഡിക്രീസിങ് ഇറ്റ് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതായിട്ട് തോന്നി. അത് വലിയ കയറ്റമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ വലിയ കയറ്റമൊക്കെ ആണെങ്കിൽ കയറാൻ 2 പേരെ വെച്ചിട്ട് പണിയുണ്ടാകും. പക്ഷേ 1 പേരെ വെച്ചിട്ടാണെങ്കിൽ ഇത് കയറ്റം വേണമെങ്കിൽ കയറി പോകുന്നൊരു
കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു റൈഡിങ് പോസ്ചറും കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിളാണ്. നമുക്ക് എത്ര ലോങ് ഇൻ ദ സെൻസ് സിറ്റിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് പോയാലും നമുക്ക് ഊരവേദനയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിർത്തി തിരിക്കാൻ അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. അതെന്നെ പറഞ്ഞത് ഒരു സൈക്കിൾ ഓടിക്കുന്ന ലാഘവത്തോടെ ഈ വണ്ടി ഓടിക്കാവുന്നതാണ്. സോ ഈ ഒരു വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 70-75,000 രൂപയായിരുന്നു. ഇപ്പോഴും ഈ വണ്ടിയുടെ പുതിയ മോഡലുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ആ ഒരു റേറ്റിനുള്ളൊരു മുതൽ ഈ വണ്ടി സത്യം പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് എൻ്റെ ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള ഒരു പേഴ്സണൽ അഭിപ്രായം. സോ അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.